തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളൊരു വിവരം വരുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. അനന്തകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പൂജ, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUവിൽ തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്തയാണ്. അവിടെ നിന്ന് ഈ ഒരു ദൃശ്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യം ആ ICUവിന് തൊട്ട് മുമ്പിൽ നിന്നിരുന്ന ഒരു രോഗി പകർത്തി മാതൃഭൂമി ന്യൂസിന് അയച്ചതെന്നതാണ്. ആ ദൃശ്യങ്ങളിൽ അയാൾ പറയുന്നുണ്ട് ഈ ICUവിനുള്ളിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നുള്ളത്. അതിന് പുറമെ ആ ദൃശ്യങ്ങളിൽ വലിയ നിലവിളികൾ കേൾക്കാം, രോഗികളുടെ നിലവിളികൾ കേൾക്കാം. അപ്പോൾ ആ ICUവിനകത്ത് തീപിടുത്തമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം എത്രത്തോളം വലിയ തീപിടുത്തമാണ് എന്നതൊക്കെ ഇനി അടുത്ത നിമിഷങ്ങളിൽ അറിയാൻ മാത്രമേ കഴിയൂ. കാരണം ഈ ബ്ലോക്കിനുള്ളിലേക്ക് ഇതുവരെ പ്രവേശിക്കാൻ മാധ്യമപ്രവർത്തകർക്കോ അതല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കോ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ ICUവിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ രക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഈ തീപിടുത്തം തടയാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീപിടുത്തം എത്രത്തോളം വലുതാണ്, അത് എത്രത്തോളം മെഡിക്കൽ കോളേജിൻ്റെ ICUവിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. അതിനൊപ്പം തന്നെ ഈ ICUവിൽ നിന്ന് അടിയന്തരമായി രോഗികളെ മാറ്റുന്നു എന്നുള്ള വിവരം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ICUവിനുള്ളിൽ ഒരു അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ ഒരു തീപിടുത്തം എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പരുക്കുള്ളതായിട്ടൊന്നും റിപ്പോർട്ടില്ല. തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. തീപിടുത്തമുണ്ടായി എന്ന് പറയുന്ന ICUവിൻ്റെ മുന്നിലുണ്ടായിരുന്ന രോഗികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ വലിയ നിലവിളികൾ, ആശങ്കയുണ്ടാക്കുന്ന നിലവിളികളൊക്കെ ആശുപത്രിയുടെ ആ ICU ഭാഗത്ത് നിന്ന് കേൾക്കാം. അപ്പോൾ അവിടെ ആ ICUവിനുള്ളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകും. ഏതായാലും തിരുവനന്തപുരത്തെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ, ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സിൽ നിന്നുകൂടി ലഭിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിങ്ങിലുള്ള ICUവിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. പൂജ.